ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാരീസൺ എസ്റ്റേറ്റിന്റെ ഒരു കിടിലൻ റിസോർട്ടിലേക്കാണ്. ഒരു രക്ഷയില്ല, തൈലത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു വിന്റേജ് ടൈപ്പിലുള്ള ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ധാരാളം ഫെസിലിറ്റീസും അതേപോലെ പഴയ കാലത്തെ ഒരുപാട് സാധനങ്ങളും നമുക്ക് ഈ ഒരു കൊച്ചു റിസോർട്ടിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂവും ആംബിയൻസും സർവീസും ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചുമ്മാ ഇങ്ങോട്ടേക്ക് ഒരു രസത്തിന് വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് വേറെ ലെവല് ഒരു ബംഗ്ലാവാണ് ഈ കാണുന്നത്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതും കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ തൈലത്തിന്റെ ഫാക്ടറിയിലേക്കാണ് പോയിട്ടുള്ളത്. തേയില ഉണ്ടായി വരുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഫുള്ളി കണ്ടിട്ടുണ്ട്. പല ഗ്രേഡിലാണ് നമ്മൾ തേയില വന്നിട്ടുള്ളത്. അതും കഴിഞ്ഞ് നേരെ അവിടുത്തെ രണ്ടാമത്തെ മെയിൻ വലിയൊരു റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. വളരെ ഫേമസ് ആയ ധാരാളം സെലിബ്രിറ്റികൾ സ്റ്റേ ചെയ്യുന്ന ഒരു കിടിലൻ റിസോർട്ടാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, ഇവിടെയും ഒരു അടിപൊളി ആംബിയൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ചെറിയൊരു കുളവും അതേപോലെ തന്നെ ചുറ്റും കാണുന്ന പച്ചപ്പ് കയറിയ ഒരു ഭംഗിയും മാൻകൊമ്പും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഈ ഒരു ആംബിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ കാമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഇവരെ രണ്ട് റിസോർട്ട് വന്നിട്ടുള്ളത്. രണ്ട് റിസോർട്ടും ഒരു രക്ഷയില്ല, കിടിലൻ വ്യൂ ആണ്. ഒരുപാട് കാലം പഴക്കമുള്ള ഒരു റിസോർട്ട് കൂടിയാണ് ഈ കാണുന്നത്. വയനാട് ചെർക്കല എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് ഈ ഒരു രണ്ട് അടിപൊളി റിസോർട്ടും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് അറ്റാച്ച്ഡ് പൂളും വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.